കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 5-ാം അധ്യായത്തിലെ കഥകളാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. യമുനയുടെ കരയിൽ വെച്ച് ഉദ്ധവനെ കണ്ടുമുട്ടിയതിന് ശേഷം പിന്നീട് അവർ തമ്മിലുള്ള ചർച്ചകൾ, ഭക്തിപ്രകടനങ്ങൾ, അതിനെല്ലാം ശേഷം ഉദ്ധവൻ ബദരിയിലേക്ക് പോയി. വിതുരൻ നേരെ ഗംഗാതീരത്തേക്ക്, ഹരിദ്വാറിലേക്ക്, മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരുന്നതായ രംഗം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടത്. ഹരിദ്വാരത്തിൽ ഗംഗാതീരത്തുള്ള ആശ്രമത്തിൽ പരമജ്ഞാനിയായ മൈത്രേയ മഹർഷി ശാന്തനായി ഇരിക്കുകയായിരുന്നു. കുരുശ്രേഷ്ഠനായ വിതുരൻ അദ്ദേഹത്തെ സമീപിച്ച് നമസ്കരിച്ചതിന് ശേഷം ചോദിച്ചു, ഹേ മഹർഷി, ജനങ്ങളൊക്കെ സുഖം കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർമ്മം കൊണ്ട് വേണ്ടത്ര സുഖം കിട്ടുന്നില്ല എന്നല്ല, ദുഃഖം ഇല്ലാതാകുന്നുമില്ല. ആരും തനിക്ക് ദുഃഖമുണ്ടാകണം എന്ന് വിചാരിച്ചല്ല ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. മറിച്ച് ദുഃഖമുണ്ടാകരുത്, സുഖം, അതും പൂർണ്ണമായിട്ടുള്ള സുഖം ജീവിതത്തിൽ ലഭ്യമാകണമെന്ന് കരുതിയാണ് സകല കർമ്മങ്ങളും ചെയ്യുന്നത്. എന്നാൽ പ്രതീക്ഷിക്കുന്നതായ സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖമില്ലാതാവുന്നുമില്ല. കർമ്മം ചെയ്യുന്തോറും ദുഃഖം വർദ്ധിച്ചു വരികയാണ് കാണാറുള്ളത്. ഇതെന്താണ് കാരണം എന്ന് ചോദിക്കുന്നു. സുഖായ കർമാണി കരോതി ലോകഃ എന്ന് പറഞ്ഞ് അവിടെ ചോദിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ഭക്തിയില്ലാത്തതുകൊണ്ട് അധർമ്മം ചെയ്ത് അതിൻ്റെ ഫലമായി ദുഃഖം അനുഭവിച്ചു കഴിയുന്ന അജ്ഞന്മാരായ ആളുകളെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവത് ഭക്തന്മാരായ അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ എങ്ങനെ ഭഗവാനെ ആരാധിച്ചാലാണോ ഭക്തി വളരുകയും അതുകൊണ്ട് ചിത്തം നിർമ്മലമായി തീരുകയും ആ ചിത്തത്തിൽ ഭഗവാൻ ആത്മതത്വത്തിൻ്റെ പ്രത്യക്ഷ അനുഭവത്തോടുകൂടിയ ജ്ഞാനമുണ്ടാക്കിത്തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുക, ആ ഈശ്വര ആരാധനാ സമ്പ്രദായം പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് പല സംശയങ്ങളും ചോദിക്കുന്നു. മൈത്രേയ മഹർഷിയോട് ഈ ഒരു ചോദ്യം ആരംഭിച്ചു. ചോദ്യത്തോടു കൂടിയിട്ട് സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വന്യതുപാരമം വാ എന്ന് പറഞ്ഞ ആ ചോദ്യത്തോടു കൂടി തുടങ്ങി വീണ്ടും തൻ്റെ ഉള്ളിലുള്ളതായ അനേകം സംശയങ്ങളെ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നു. സ്വതന്ത്രനും ത്രിഗുണങ്ങളുടെ നിയന്താവുമായ ഭഗവാൻ പല പല അവതാരങ്ങളെ സ്വീകരിച്ച് ഏതേത് കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ ആ ലീലകളൊക്കെ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം. യാതൊരുവിധ കർമ്മവുമില്ലാത്ത ഭഗവാൻ ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ലോകത്തിന് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? പിന്നീട് ഭഗവാൻ ശ്രീഹരി സ്വന്തം ഹൃദയാകാശത്തിൽ ഈ പ്രപഞ്ചത്തെ ലയിപ്പിച്ച് സകലവിധ പ്രവൃത്തികളിൽ നിന്നും നിവർത്തിച്ച് യോഗമായയിൽ ശയിക്കുന്നത് എങ്ങനെയാണ്? പ്രളയകാലത്ത് അനേകം അവതാരങ്ങൾ സ്വീകരിച്ച് ബ്രാഹ്മണർ, പശുക്കൾ, ദേവന്മാർ ഇവരുടെ ഹിതത്തിന് വേണ്ടി ഭഗവാൻ പലവിധ ലീലകളും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ഭഗവാന്റെ അമൃതതുല്യങ്ങളായ ലീലകൾ എത്ര കേട്ടിട്ടും എനിക്ക് മതി വരുന്നില്ല. ലോകനാഥനായ ഭഗവാൻ ലോകപാലന്മാരോടുകൂടിയ ലോകങ്ങളെയും ത്രൈലോക്യത്തിന് മേലെയുള്ള ബഹിർലോകങ്ങളെയും ഏതേത് തത്വങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ജീവജാലങ്ങൾ ഓരോന്നിലും വേറെ വേറെ ജീവനായി സ്ഥിതി ചെയ്തുകൊണ്ട് അതാത് കർമ്മങ്ങൾക്ക് അധികാരിയായി തോന്നപ്പെടുന്നത് എങ്ങനെയാണ്? ശ്രേഷ്ഠന്മാരുടെയും ശ്രേഷ്ഠത കുറഞ്ഞവരുടെയും ധർമ്മങ്ങൾ
വ്യാസമഹർഷിയിൽ നിന്ന് എനിക്ക് പല പ്രാവശ്യം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവയൊക്കെ നിസ്സാര സുഖങ്ങളെ മാത്രം തരുന്ന സ്വർഗാദി ലോകപ്രാപ്തിയെ സാധിപ്പിക്കുന്നവയാണ്. നമ്മുടെ ധർമ്മശാസ്ത്രപ്രകാരം സ്വർഗാദി ലോകം അല്ലെങ്കിൽ സ്വർഗം തുടങ്ങിയതൊക്കെ അത്ര ശ്രേഷ്ഠമായിട്ടല്ല ഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിസ്സാര സുഖങ്ങളെ മാത്രം തരുന്നതായ സ്വർഗാദി ലോകപ്രാപ്തിയെ സാധിപ്പിക്കുന്നവയാണ്. അതിനാൽ എനിക്ക് അവ കേട്ട് മതിയായിരിക്കുന്നു. ഭഗവാന്റെ കഥകൾ മാത്രമാണ് എത്ര പ്രാവശ്യം കേട്ടാലും മതിവരാത്തത്. അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കളുടെ സദസ്സിൽ പോലും എപ്പോഴും കീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവയാണല്ലോ കൃഷ്ണകഥകൾ. അവ കാതുകളിലൂടെ മനസ്സിൽ പ്രവേശിച്ചാൽ സംസാരവാസനകളെ വികസിപ്പിക്കുന്നതായ ഗൃഹ ആസക്തി വളരെ വേഗം നശിക്കും. അപ്രകാരമുള്ള ഭഗവാന്റെ ലീലകൾ കേട്ടാൽ ആർക്കാണ് മതി എന്ന് തോന്നുക? ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കാനായിട്ടാണ് അങ്ങയുടെ സ്നേഹിതനായ വ്യാസമഹർഷി മഹാഭാരതം എന്ന ഇതിഹാസം നിർമ്മിച്ചത്. ഭാരതത്തിൽ കഥകളിലൂടെ തുച്ഛങ്ങളായ ലൗകിക സുഖങ്ങളെ വർണ്ണിച്ച് അവ കൊണ്ട് കിട്ടുന്ന സുഖം താൽക്കാലികമാണ് എന്ന് ബോധിപ്പിച്ച് ഭഗവത് കഥകളിലേക്ക് മനസ്സ് തിരിക്കണം എന്ന് തന്നെയായിരുന്നു വ്യാസമഹർഷിയുടെ ഉദ്ദേശം. ഭഗവാന്റെ കഥകൾ ശ്രദ്ധയോടെ കേൾക്കും തോറും ഭക്തി വളർന്നു വരും. ഭക്തി വളരും തോറും ഈശ്വരനൊഴികെ മറ്റെല്ലാ വിഷയങ്ങളിലും വൈരാഗ്യവും വർദ്ധിച്ചു വരും. ഭഗവത് പാദാരവിന്ദ സ്മരണ കൊണ്ട് നിർവൃതനായി തീർന്നു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും അതിവേഗത്തിൽ നശിക്കും. പാപശക്തി കൊണ്ട് ഭഗവത് കഥകളിൽ വിമുഖരായി ജീവിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് അനുകമ്പയാണ് തോന്നുന്നത്. നിഷ്പ്രയോജനങ്ങളായ ഭൗതിക വസ്തുക്കളെപ്പറ്റി പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആയുസ്സിനെ കാലം അനുനിമിഷം അപഹരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതിനാൽ ശാശ്വതമായ ആനന്ദത്തെ നൽകി അനുഗ്രഹിക്കുന്നവനും കീർത്തിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നവനും ദീനബന്ധുവുമായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയുടെ കഥകൾ തന്നെ പുഷ്പങ്ങളിൽ നിന്ന് തേനെന്നതുപോലെ വേർതിരിച്ചെടുത്ത് ലോകത്തിൻ്റെ നന്മയ്ക്കായി കീർത്തിച്ചു തന്നാലും, ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി യോഗമായ ശക്തിയെ സ്വീകരിച്ചവതരിച്ചതായ ഭഗവാൻ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത പലവിധ ലീലകളും ചെയ്തുവല്ലോ. അവയെ എനിക്ക് വർണ്ണിച്ചു തരാൻ ദയ ചെയ്യണം. കർമ്മങ്ങൾ ചെയ്യുന്തോറും മനസ്സിൽ രജോ ഗുണ തമോ ഗുണ വാസനകൾ വികസിച്ച് ദുഃഖം വർദ്ധിക്കുകയേ ഉള്ളൂ. ഭക്തി കൊണ്ട് സത്വഗുണം വളർന്നാലേ മനസ്സിന് സുഖം കിട്ടൂ. അതിനാൽ ഭക്തി വളരാനായി ഭഗവാന്റെ അവതാരങ്ങളെയും ലീലകളെയും കീർത്തിച്ചു തന്നാലും. വിതുരൻ്റെ ഈ ചോദ്യങ്ങളൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് അത്യന്തം പ്രയോജനകരമാണ്. അതുകൊണ്ട് തന്നെ വിതുരനെ അഭിനന്ദിച്ചുകൊണ്ട് മൈത്രേയ മഹർഷി മറുപടി പറയാൻ ആരംഭിച്ചു. കാരണം എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈത്രേയ മഹർഷി പറയുന്നു, സാധു പൃഷ്ടം ത്വയാ സാധോ ലോകാൻ സാധ്വനുഗൃണ്ണത. ഹേ സാധോ, സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്നോതി പരകാര്യം ഇതി സാധു. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ സഹായിക്കുന്നവൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, ആ നന്മയിലേക്ക് പ്രവർത്തിക്കുന്നവൻ എന്നാണ് സാധു എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ഈ ചോദ്യവും വളരെ സാധുവാണ്, ഉത്കൃഷ്ടമായിട്ടുള്ളതാണ്. നല്ലവനായ വിതുര, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. ഇത് ലോകത്തിന് മുഴുവൻ പ്രയോജനകരമായിട്ടുള്ളതാണ്. മനസ്സ് എപ്പോഴും ഈശ്വരനിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതായ അങ്ങ് ഇങ്ങനെ ചോദിച്ചതിൽ യാതൊരു ആശ്ചര്യവുമില്ല. കാരണം വ്യാസന്റെ പുത്രനല്ലേ അങ്ങ്. വ്യാസന് ലോകത്തെ എത്ര അനുഗ്രഹിച്ചാലും മതിയാവില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം രചിച്ചത്. ആ സ്വഭാവം അങ്ങേക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങ് ഭഗവാന്റെ അനന്യഭക്തനുമാണല്ലോ. മാണ്ഡവ്യ മഹർഷിയുടെ ശാപം ഹേതുവായിട്ട് ഭൂമിയിൽ വന്ന് ജനിച്ച സാക്ഷാൽ യമധർമ്മൻ തന്നെയല്ലേ അങ്ങ്. ഭഗവാന് പ്രിയപ്പെട്ടവനും അവിടുത്തെ അനുചരനുമാണ്. അതിനാലാണല്ലോ ഈ ലോകത്തിൽ നിന്ന് അന്തർധാനം ചെയ്യുന്ന ഭഗവാൻ അങ്ങേക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചത്. ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായവയും യോഗമായയിൽ കൂടെ പ്രകടമായി തീരുന്നവയുമായ ഭഗവാന്റെ ലീലകളെ ഞാൻ വർണ്ണിച്ചു തരാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നു മൈത്രേയ മഹർഷി തൻ്റെ ഉപദേശങ്ങൾ.
സൃഷ്ടിക്ക് മുൻപ് പരമാത്മാവായ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ ഏക ആസീതം അഗ്ര ആത്മാത്മനാം വിഭു 23-ാം ശ്ലോകത്തിൽ പറയുന്നു. ആത്മേച്ഛാനുഗതാമാത്മാ നാനാമത്യുപലക്ഷണ. സൃഷ്ടിക്ക് മുൻപ് പരമാത്മാവായ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത്, അതായത് കഴിഞ്ഞ കൽപ്പത്തിലെ പ്രളയ അവസാനത്തിൽ, ആ സമയത്ത് ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം എന്നിങ്ങനെ 3 ഭേദങ്ങൾ ഇവ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏകനായിരിക്കുന്ന സമയത്ത് ഈ ത്രിപുടി എന്ന് പറയും. ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം, ഇതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. ദ്രഷ്ടാവ് എന്ന് പറയുന്നത് കാണുന്ന ആൾ, ദൃശ്യം എന്ന് പറയുന്നത് കാണപ്പെടുന്നതായ വസ്തു, ദർശനം എന്നുള്ളത് കാണുക എന്നുള്ള പ്രവൃത്തി. ലോകമുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കാരണം നമ്മൾ ഓരോ വിഷയങ്ങളെ കാണുന്നു. ഒരു തെങ്ങിനെ കാണുന്ന സമയത്ത് കാണുന്ന താൻ ദ്രഷ്ടാവാണ്, കാണുന്നതായ തെങ്ങ് ദൃശ്യമാണ്, തൻ്റെ വിഷയമാണ് ദൃശ്യം. കാണുന്നതായ പ്രക്രിയ ദർശനമെന്ന് പറയും. ഇത് ഓരോ കാര്യത്തിലും ബാധകമാണ് ഈ ത്രിപുടി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കുന്ന ആൾ ഭോക്താവ്, കഴിക്കുന്നതായ വസ്തു ഭക്ഷണം, ഭോജ്യം, ആ പ്രവൃത്തി ഭോജനം എന്നുള്ളതായ പ്രവൃത്തി. അതുപോലെ തന്നെ ശ്രോതാവ്, ശ്രാവ്യം, ശ്രവണം, കേൾക്കുന്നയാൾ, കേൾക്കുന്നതായ ശബ്ദം, കേൾവി. ഇങ്ങനെ എല്ലാറ്റിലും ത്രിപുടി ലോകത്ത് ദൃശ്യമാണ്. എന്നാൽ സൃഷ്ടിക്ക് മുൻപ് കേവലം പരമാത്മാവ് ഏകനായിരുന്നു. ആ സമയത്ത് ഈ ത്രിപുടി ഉണ്ടായിരുന്നില്ല. അതായത് ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം എന്നുള്ളതായ 3 ഭേദങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം മായാശക്തികളൊക്കെ ആ സമയത്ത് ഭഗവാനിൽ ലയിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ജ്ഞാനശക്തി മാത്രം ലയിക്കാതെ ജാഗ്രതായി തന്നെ ഇരുന്നിരുന്നു. ദൃശ്യങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ജ്ഞാനസ്വരൂപനായ പരമാത്മാവ് ആ സമയത്ത് തന്നെയും ഇല്ലാത്തവനായി, ശൂന്യമായി വിചാരിച്ചു. കാരണം കേവലം ബോധം മാത്രമായി നിൽക്കുന്ന സമയത്ത് താനെന്നുള്ളൊരു ബോധവും ഉണ്ടാകുന്നില്ല. ഏതുപോലെയാണെങ്കിൽ നമ്മളും സുഷുപ്തിയിൽ നന്നായി ഉറങ്ങുന്ന സമയത്ത്, ഗാഠമായിട്ടുള്ള നിദ്രയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് താൻ ഉറങ്ങുന്നു എന്നുള്ള ബോധം പോലും നമുക്കുണ്ടാവുന്നില്ലല്ലോ. മറ്റുള്ള വസ്തുക്കളുടെ ഒന്നും ചിന്തയുണ്ടാവുന്നില്ല. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാകുന്നില്ല. ആ സമയത്ത് മറ്റു ചിന്തകളൊന്നുമില്ലാതെ താൻ ഉറങ്ങുന്നു. എന്നാൽ താൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള ചിന്തയും നമുക്കുണ്ടാകുന്നില്ല. ഇതുപോലെ തന്നെ പരമാത്മാവിനും ആ സമയത്ത് കേവലം ജ്ഞാനമാത്രനായിട്ട്, ദൃശ്യങ്ങളൊന്നുമില്ലാതെ ജ്ഞാനസ്വരൂപനായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തന്നെയും ശൂന്യമായി വിചാരിക്കുകയാണ് ചെയ്യുന്നത്. മായ എന്നത് ദ്രഷ്ടാവായിരിക്കുന്ന പരമാത്മാവിൻ്റെ തന്നെ ശക്തിവിശേഷമാണ്. സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള പ്രപഞ്ചസ്വരൂപത്തിൽ പ്രകടമായി തീരുന്നത് മായയാണ്. ഭഗവാന്റെ അവിഭാജ്യ ശക്തിയാണ് മായ. ആ മായയാണ് സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടുമുള്ള പ്രപഞ്ചസ്വരൂപത്തിൽ പ്രകടമായി തീരുന്നത്. മായ കൊണ്ടാണ് സർവശക്തനായ പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. കാലശക്തിയുടെ പ്രവർത്തനം കൊണ്ട് സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ ഉണ്ടായി. ഈ 3 ഗുണങ്ങളായിട്ട് രൂപം കൊണ്ടിരിക്കുന്നതായ ആ മായയിൽ പരമാത്മാവ് ജീവസ്വരൂപേണയുള്ള തൻ്റെ വീര്യത്തെ, ശക്തിയെ പ്രവേശിപ്പിച്ചു. ഈക്ഷണമെന്ന് പറയും. ആ മായയിൽ പരമാത്മാവിൻ്റെ ആ സങ്കല്പം അല്ലെങ്കിൽ ശക്തി പ്രവേശിച്ചു. അതോടുകൂടി മായയിൽ നിന്ന് ക്രമേണ മഹത്തത്വം ഉണ്ടായി. ആ മഹത്തത്വം അംശം, ഗുണം, കാലം ഇവയ്ക്ക് അധീനമായും ഈശ്വരൻ്റെ ഈക്ഷണത്തിന് വിധേയമായും പ്രപഞ്ച സൃഷ്ടിയിലുള്ള ഇച്ഛയാൽ തന്നെ വികാരം പ്രാപിച്ചതാക്കി തീർത്തു. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം.
വികാരം പ്രാപിച്ചതായ അല്ലെങ്കിൽ പരിണാമം പ്രാപിച്ചതായിട്ടുള്ള ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വമുണ്ടായി. ക്രമേണ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ രൂപത്തിൽ പരിണമിച്ച അഹങ്കാരതത്വം കാര്യം, കാരണം, കർത്താവ് ഇവയ്ക്ക് ആധാരമായി തീർന്നു. അഹങ്കാരം സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 രൂപത്തെ പ്രാപിച്ചു. സാത്വിക അഹങ്കാരം, രാജസ അഹങ്കാരം, താമസ അഹങ്കാരം എന്നിങ്ങനെ. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളുമുണ്ടായി. ശബ്ദാദി വിഷയങ്ങളെ അറിയാൻ സാധിക്കുന്നത് അധിഷ്ഠാന ദേവതകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോഗുണ അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. സൂക്ഷ്മഭൂതമായിരിക്കുന്ന ആകാശത്തിനു കാരണമായിരിക്കുന്ന ശബ്ദമാണെങ്കിൽ തമോ ഗുണ അഹങ്കാരത്തിൽ നിന്നും ഉണ്ടായി. അപ്പോൾ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് അന്ധകരണമുണ്ടായി, മനസ്സ്, അതുപോലെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളുണ്ടായി. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോഗുണ അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. സൂക്ഷ്മഭൂതമായിരിക്കുന്ന ആകാശത്തിന് കാരണമായ ശബ്ദതന്മാത്രകൾ, പഞ്ചതന്മാത്രകളൊക്കെ ഉണ്ടായത് തമോ ഗുണ അഹങ്കാരത്തിൽ നിന്നുമാണ്. കാലം, മായ, ചിദാഭാസനായ ജീവൻ ഇവയുടെയൊക്കെ സാന്നിധ്യത്തോടു കൂടിയതായ ആകാശം ഈശ്വരൻ്റെ ഈക്ഷണത്താൽ വികാരം പ്രാപിച്ച് സ്പർശത്തെ സൃഷ്ടിച്ചു. ഇപ്പം തൈത്തരീയ ഉപനിഷത്തിൽ പറയും, തസ്മാദ് വായേ തസ്മാദാത്മന ആകാശ സംഭൂതഃ ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപഃ അദ്ഭ്യ പൃഥിവി. ഇങ്ങനെ ആ പരമാത്മാവ് ആദ്യം ആകാശമായി പരിണമിച്ചു. ആകാശത്തിൽ നിന്ന് ക്രമേണ വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് പൃഥിവിയും, പൃഥിവിയിൽ നിന്ന് പൃഥിവിയിൽ കാണപ്പെടുന്നതായ ഈ സകല ജീവജാലങ്ങളും രൂപം പൂണ്ടു എന്നിങ്ങനെ പറയുന്നതിനെ തന്നെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാറ്റിനും അധിഷ്ഠാനമായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കണമെങ്കിലും കാലം അനിവാര്യമാണ്. കാലത്തിലാണല്ലോ എല്ലാം സംഭവിക്കുന്നത്. അതുപോലെ മായയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ മായയുടെ പരിണാമമാണ് ഇതെല്ലാം എന്ന് പറയുന്നു. അതുപോലെ ചിദാഭാസനായിരിക്കുന്ന ജീവന്റെ സാന്നിധ്യവും ആവശ്യമാണ്. ജീവൻ ചൈതന്യമുണ്ടെങ്കിൽ മാത്രമല്ലേ ഇതെല്ലാം സാധിക്കൂ. അപ്പോൾ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ജീവന്റെ സാന്നിധ്യത്തിൽ മായ കാലത്തിൻ്റെ സഹായത്തോടുകൂടി ഇവയൊക്കെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ ഈശ്വരൻ്റെ ഈക്ഷണത്താൽ ആകാശം വികാരം പ്രാപിച്ച് സ്പർശത്തെ സൃഷ്ടിച്ചു. സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി. ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദത്തോടും തൻ്റെ വിശേഷ ഗുണമായ സ്പർശത്തോടും കൂടിയതായ വായു രൂപത്തെ സൃഷ്ടിച്ചു. നമ്മൾ മുൻപ് പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആത്മബോധം, തത്വബോധം, വിവേക ചൂടാമണി, പഞ്ചദശി തുടങ്ങിയതായ പ്രകരണ ഗ്രന്ഥങ്ങളുടെ ക്ലാസ് മുൻപുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളൊക്കെ കേട്ട ആളുകളുണ്ടെങ്കിൽ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. എങ്ങനെയാണ് ഈ ഗുണങ്ങളും പഞ്ചഭൂതങ്ങളും ഒക്കെ ഉണ്ടായത് എന്നുള്ളത് വേദാന്ത പ്രക്രിയയിൽ വളരെ മനോഹരമായിട്ട് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അതോർക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി. ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദത്തോടും തൻ്റെ വിശേഷ ഗുണമായ സ്പർശത്തോടും കൂടിയതായ വായു രൂപത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ആകാശത്തിൽ ഒരു ഗുണം മാത്രമേ ഉള്ളൂ, ശബ്ദം എന്നുള്ളത്. വായുവിലാണെങ്കിൽ തനിക്ക് കാരണമായിരിക്കുന്ന ആകാശത്തിൻ്റെ ഗുണവും വായുവിൻ്റെ സ്വന്തം ഗുണമായ സ്പർശവും കൂടി ശബ്ദസ്പർശങ്ങളുണ്ട് വായുവിൽ. അതുകൊണ്ടാണ് വായു വീശുന്ന സമയത്ത് കാറ്റിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. വായു ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ അറിയുന്നുണ്ട് സ്പർശം. അതിൽ നിന്ന് ക്രമേണ രൂപമുണ്ടായി. രൂപത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി. വായുവിനോടുകൂടിയ അഗ്നി രൂപാന്തരം പ്രാപിച്ച് രസത്തെ സൃഷ്ടിച്ചു. രസത്തിൽ നിന്ന് ജലമുണ്ടായി. അപ്പോൾ അഗ്നിക്കാണെന്നുണ്ടെങ്കിൽ 3 ഗുണങ്ങളുണ്ട്. അഗ്നിയുടെ സ്വന്തം ഗുണവും തനിക്ക് കാരണമായിരിക്കുന്ന വായുവിൻ്റേതായിട്ടുള്ള സ്പർശം,
അതുപോലെ തന്നെ വായുവിന് കാരണമായിരിക്കുന്ന ആകാശത്തിൻ്റെ ഗുണമായിരിക്കുന്ന ശബ്ദം. അതുകൊണ്ടാണ് തീ കത്തുന്ന സമയത്ത് അഗ്നിക്ക് ശബ്ദമുണ്ട്, തീ കത്തുന്ന സമയത്ത് ശബ്ദം കേൾക്കാം. അതുപോലെ തന്നെ സ്പർശമുണ്ട്, തൊട്ടാലറിയാം, തീയിൽ കൈവച്ച് കഴിഞ്ഞാൽ പൊള്ളും, അറിയുന്നുണ്ട്. അതുപോലെ തന്നെ തീ കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വായുവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല, എന്നാൽ അഗ്നിയെ കാണാൻ സാധിക്കും. അത് ഇവയുടെ കാരണങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ഗുണങ്ങളോട് കൂടിയതുകൊണ്ടാണ്. വായുവിനോട് കൂടിയതായ അഗ്നി രൂപാന്തരം പ്രാപിച്ച് രസത്തെ സൃഷ്ടിച്ചു, രസത്തിൽ നിന്ന് ജലമുണ്ടായി. അങ്ങനെ ബ്രഹ്മത്താൽ ഈക്ഷിക്കപ്പെട്ടതും കാലം, മായ, ജീവൻ ഇവയോടുകൂടിയതുമായ ജലം ഗന്ധത്തെ സൃഷ്ടിച്ചു. ഗന്ധത്തിൽ നിന്ന് പിന്നീട് ഭൂമിയുണ്ടായി. ആകാശാദി പഞ്ചഭൂതങ്ങളിൽ പിന്നീട് ഉണ്ടായവയ്ക്ക് ആദ്യത്തേതിൻ്റെ ഗുണങ്ങൾ കൂടി ഉണ്ടായിത്തീർന്നു എന്ന് നേരത്തെ പറഞ്ഞു. ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. ആകാശത്തിൽ നിന്നുണ്ടായ വായുവിൽ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിൻ്റെ സ്വന്തം ഗുണമായ സ്പർശവുമുണ്ട്. വായുവിൽ നിന്നുണ്ടായ അഗ്നിയിലാകട്ടെ ആകാശത്തിൻ്റെ ശബ്ദവും വായുവിൻ്റെ സ്പർശവും സ്വന്തം ഗുണമായിട്ടുള്ള രൂപവും ഉണ്ട്. അഗ്നിയിൽ നിന്നുണ്ടായ ജലത്തിൽ ആകാശത്തിൻ്റെ ശബ്ദമുണ്ട്. ജലമൊഴുകുന്ന സമയത്ത് നമുക്കതിൻ്റെ ശബ്ദം കേൾക്കാം, ഗുളുഗുളു എന്നുള്ളതായ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം. വായുവിൻ്റേതായിട്ടുള്ള സ്പർശവുമുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നാം വെള്ളത്തിൽ തൊട്ടതിൻ്റെ സ്പർശം അനുഭവപ്പെടാറുണ്ട്. അഗ്നിയുടേതായിട്ടുള്ള രൂപം എന്നുള്ളത് ജലത്തിലുണ്ട്. അതുകൊണ്ടാണ് വെള്ളത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സ്വന്തം ഗുണമാകുന്ന രസവുമുണ്ട്. വെള്ളം വായിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദറിയാൻ പറ്റും. ജലത്തിൽ നിന്നുണ്ടാകുന്ന ഭൂമിയിലാകട്ടെ ആകാശത്തിൻ്റേതായിട്ടുള്ള ഗുണമാകുന്ന ശബ്ദം, ഭൂമിയിൽ തട്ടിയാൽ ശബ്ദം കേൾക്കാം. വായുവിൻ്റേതായിട്ടുള്ള സ്പർശമുണ്ട്, തൊട്ടാൽ അറിയാം. അഗ്നിയുടെ രൂപമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഭൂമിയെ കാണാൻ സാധിക്കും. ജലത്തിൻ്റെതായ ഗുണമാണ് രസം, അതും ഭൂമിയിലുണ്ട്. മണ്ണ് വായിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദറിയാം. സ്വന്തം ഗുണമായിട്ടുള്ള ഗന്ധവും ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ, നല്ല വേനലൊക്കെ കഴിഞ്ഞ് പുതുമഴ എന്നൊക്കെ പറയും, അങ്ങനെ ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ മണ്ണിൻ്റേതായിട്ടുള്ള ഒരു ഗന്ധം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ ഗന്ധമുണ്ട്. ഈ 5 ഗുണങ്ങളും ഭൂമിയിലുണ്ട്. വിശ്വവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ്റെ അംശങ്ങളും കാലം, മായ, ചിദാഭാസൻ അതായത് ജീവൻ ഇവയോടു കൂടിയവയുമായ ഈ തത്വദേവതകളൊക്കെ വേർപിരിഞ്ഞ് നിൽക്കുന്നതിനാൽ പ്രപഞ്ച സൃഷ്ടിക്ക് സാധിക്കാതെ അവർ സർവേശ്വരനായ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. അപ്പം ഈ തത്വങ്ങളൊക്കെ രൂപം കൊണ്ടു എങ്കിൽ കൂടിയിട്ട് അവയ്ക്ക് ഒന്നു ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളിൽ ജീവനുണ്ട്, കഴിവുകളൊക്കെയുണ്ട്, ജീവനുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, പക്ഷേ നമ്മൾ വിളിച്ചാൽ കേൾക്കുന്നില്ല. വിശക്കുന്നുണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ഭക്ഷണം മേശപ്പുറത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാലും അയാൾ കഴിക്കുന്നില്ല, കാരണം അയാളെ കൊണ്ടുവച്ചതേ അറിഞ്ഞിട്ടില്ല. പാട്ട് പാടാൻ കഴിവുള്ള ആളാണ്, പക്ഷെ ഉറക്കത്തിൽ അയാൾ പാട്ട് പാടുന്നില്ല. അപ്പോൾ ഇയാളുടെ ഉള്ളിലുള്ളതായ ഈ കഴിവുകളും സാമർഥ്യങ്ങളും ഒക്കെ ജീവനുണ്ടെങ്കിൽ കൂടി സുപ്തമായി കിടക്കുകയാണ്, ഉറങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ തത്വങ്ങളൊക്കെ രൂപം കൊണ്ടെങ്കിൽ കൂടി ഇവയ്ക്ക് സ്വയം പ്രവർത്തിക്കാനുള്ളതായ ശേഷിയില്ലാതെ ഈ തത്വത്തിൻ്റെ ദേവതകളെല്ലാം കൂടി, അതായത് ആകാശാദി ഭൂതങ്ങളുടെ എല്ലാറ്റിൻ്റെയും ദേവതകൾ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടി അവ ആ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 39 ശ്ലോകം മുതൽ അതാണ് ദേവന്മാരുടെ ദേവാഊചുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വദേവതകൾ സ്തുതിക്കുന്നതാണ് പറയുന്നത്. നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോ വശമാദപത്രം യന്മൂലകേതായതയൊഞ്ജസോരോ സംസാര ദുഃഖം ബഹിരുക്ഷിബന്തി ധാതർയദസ്മിൻ ഭവൈഷ ജീവാസ്താവത്രയേണോ ബഹദാന ശർമ്മ ആത്മല്ലഭന്തേ ഭഗവൻസ്തവാഘ്രിച്ഛായാം സവിദ്യാം അത ആശ്രയേമഹ എന്നിങ്ങനെ തുടങ്ങുന്നതായിട്ടുള്ള 51 ശ്ലോകം വരെ ആ തത്വദേവതകളുടെ സ്തുതിയാണ്. എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ശരണം പ്രാപിച്ച ഭക്തന്മാരുടെ സകലവിധ പാപങ്ങളെയും നശിപ്പിക്കുന്നതായ അവിടുത്തെ പാദാരവിന്ദങ്ങളെ, അല്ലയോ ഹേ ഭഗവാനെ, ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അവയെ ആശ്രയിച്ചിട്ടാണല്ലോ യോഗികൾ സംസാര ദുഃഖത്തെ നിഷ്പ്രയാസം അകറ്റുന്നത്.
സർവനിയന്താവും എല്ലാവരുടെയും സൃഷ്ടികർത്താവുമായ ഹേ മഹാപ്രഭോ, അധ്യാത്മം, അധിഭൂതം, അധിദൈവം എന്നീ 3 വിധ താപങ്ങളെ കൊണ്ട് ക്ലേശിച്ചുകൊണ്ടിരിക്കുന്നതായ ജീവന്മാർക്ക് ഒരിക്കലും സുഖം കിട്ടുന്നില്ല. അതിനാൽ ജ്ഞാനസ്വരൂപനായ അവിടുത്തെ പാതാരവിന്ദ ഛായയെ വെയിലിൽ കഷ്ടപ്പെടുന്നവർ തണലിനെ എന്നതുപോലെ ഞങ്ങളിതാ ആശ്രയിക്കുന്നു. കൂട്ടിൽ പക്ഷികളെന്നതുപോലെ വേദങ്ങൾ അങ്ങയുടെ മുഖകമലത്തിലാണല്ലോ വിശ്രമിക്കുന്നത്. മുനിമാർ നിസ്സംഗമായി തീർന്ന മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ ആ മനസ്സിൽ വേദവാക്യങ്ങളെ കൊണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നിന്തിരുവടിയുടെ പാദകമലങ്ങളെയാണ്. പാപം നശിപ്പിക്കുന്ന തീർത്ഥങ്ങളിൽ സർവോത്കൃഷ്ടയായ ഗംഗാനദിയുടെ ഉദ്ഭവസ്ഥാനമാണല്ലോ അങ്ങയുടെ ആ ശ്രേഷ്ഠമായ പാദാരവിന്ദങ്ങൾ. ആ ചരണകമലങ്ങളെ ഞങ്ങളിതാ സർവാത്മന ശരണം പ്രാപിക്കുന്നു. ശ്രദ്ധയോടെ ഭഗവത് കഥകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് കൊണ്ട് ഭക്തി ഉണ്ടാവും. ഭക്തി കൊണ്ട് മനസ്സതിവേഗത്തിൽ നിർമ്മലമായി തീരും. ശുദ്ധമായി തീർന്ന മനസ്സിൽ വൈരാഗ്യത്തോടു കൂടിയതായ ജ്ഞാനം പ്രകാശിക്കും. ജ്ഞാനം കൊണ്ട് പ്രജ്ഞ നിശ്ചലമായി തീരുന്നു. അങ്ങനെയുള്ള മഹിമാതിരേകത്തോടു കൂടിയതായ അവിടുത്തെ ആ പാദസരോജങ്ങളെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. ഭഗവാനെ, ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി അവതാരങ്ങളെ സ്വീകരിക്കുന്ന നിന്തിരുവടിയുടെ പാദാരവിന്ദങ്ങളെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ ഭക്തന്മാർക്ക് അഭയത്തെ നൽകി അങ്ങ് അനുഗ്രഹിക്കുന്നു. ആ പാദാരവിന്ദങ്ങളെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപേണ എപ്പോഴും വിളങ്ങുന്നു ഭഗവാൻ. എങ്കിലും ശരീരത്തിൽ താനെന്നും ഗൃഹം മുതലായവയിൽ തൻ്റേതെന്നുമുള്ള അഭിമാനം കൊണ്ട് മനസ്സ് ദുഷിച്ചവർക്ക് അവിടുന്ന് വളരെ ദൂരത്തിൽ എന്നതുപോലെ തോന്നപ്പെട്ടുകൊണ്ടിരിക്കും. ഭഗവാനെ, അങ്ങനെയുള്ള അവിടുത്തെ ആ ചെന്താമര കാലടികളെ ഞങ്ങളിതാ സർവാത്മന ശരണം പ്രാപിക്കുന്നു. സർവേശ്വരനും കീർത്തനീയനുമായിരിക്കുന്ന ഹേ ഭഗവാനെ, വെറും ഭൗതിക വസ്തുക്കളിൽ ആസക്തങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സ് ദുഷിപ്പിക്കപ്പെട്ടവരായിട്ടുള്ള ദുർജനങ്ങൾ അങ്ങയെ സർവാത്മന ശരണം പ്രാപിച്ചതായ ഭക്തന്മാരെ തീരെ ഗണിക്കാറില്ല. അമൃതതുല്യങ്ങളായ ഭഗവത് കഥകളെ കാതിലൂടെ പാനം ചെയ്യുന്ന ഭക്തന്മാരുടെ മനസ്സ് ഭക്തി കൊണ്ട് അതിവേഗത്തിൽ ശുദ്ധമായി തീരും. അവർ വൈരാഗ്യത്തോടുകൂടിയ ജ്ഞാനത്തെ പ്രാപിച്ച് അനായാസേന ദുഃഖരഹിതമായിരിക്കുന്ന സ്ഥാനത്തെ, അതായത് മോക്ഷത്തെ പ്രാപിക്കും. ആദിപുരുഷനായിരിക്കുന്ന ഹേ ഭഗവാനെ, ലോക സൃഷ്ടിക്ക് വേണ്ടിയാണല്ലോ അവിടുന്ന് സത്വാദി ഗുണങ്ങളെ കൊണ്ട് തത്വങ്ങളായ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്വഭാവം സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ അനുസരിച്ചാണ്. എന്നിട്ട് വേറെ വേറെയായിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ ഞങ്ങൾക്ക് പരസ്പരം കൂടിച്ചേരാനോ നിന്തിരുവടിയുടെ ക്രീഡാസ്ഥാനമായ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാനോ കഴിയുന്നില്ല. കാരണം ഈ ഗുണങ്ങളുടെ സ്വഭാവം വ്യത്യസ്തങ്ങളാണ്. സത്വഗുണം ഒരു വഴിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ രജോ ഗുണം നേരെ വേറൊരു വഴിക്കാണ് പോകുന്നത്. തമോ ഗുണമാകട്ടെ ആലസ്യത്തിൽ മുഴുകി വേറൊരു വഴിക്ക് പോകുന്നു. ഇവ 3 കൂടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാലേ കാര്യം സാധിക്കൂ. നമ്മളുടെയൊക്കെ കയ്യും കാലും ഇവയൊക്കെ വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തിപ്പിച്ചാലല്ലേ നമ്മുടെ ജീവിതവും സാധ്യമായി തീരൂ. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കാല് ഞാൻ പടിഞ്ഞാട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കാല് ഞാൻ അങ്ങോട്ടില്ല, ഞാൻ വടക്കോട്ടാ പോകുന്നതെന്ന് കാല് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി തീരും. അതുപോലെ തന്നെ എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞ് കണ്ണുകൾ അടഞ്ഞിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ, അതുപോലെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കാനുള്ള സമയത്ത് ചെവി പറയുന്നു ഞാൻ കേൾക്കുന്ന കൂട്ടാക്കുന്നില്ല, ഇപ്പം എനിക്ക് വിശ്രമിക്കേണ്ട സമയമാണ് എന്ന് വിചാരിച്ച് ചെവി കേൾക്കാൻ കൂട്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും വിഭിന്നങ്ങളായി പരസ്പര വിരുദ്ധങ്ങളായി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെയും ജീവിതം ബുദ്ധിമുട്ടായി തീരും. ഈ ഇന്ദ്രിയങ്ങളുടെയും അതുപോലെ മറ്റെല്ലാം ഒരുമിച്ച് അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനം ഉണ്ടായിക്കഴിഞ്ഞാലല്ലേ നമുക്കും ജീവിതം സുന്ദരമായി തീരൂ. ഇതുപോലെ തന്നെ ഈ തത്വങ്ങളും പറയുന്നു ഞങ്ങളൊക്കെ ഉണ്ടായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗുണങ്ങളിൽ നിന്നാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇവയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ സ്വഭാവം ഭിന്ന ഭിന്നമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ഒരുമിച്ച് കൂടിച്ചേരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ക്രീഡാസ്ഥാനമായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ജനനരഹിതനായിരിക്കുന്ന ഹേ ഭഗവാനെ, അതാത് കാലത്ത് ഞങ്ങൾക്ക് പൂജ കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ കഴിയണം. ജനങ്ങൾ ഞങ്ങളെ ആരാധിക്കുമ്പോൾ അവർ സമർപ്പിക്കുന്നതായ പൂജ ഞങ്ങൾക്ക് സ്വീകരിക്കാനും സാധിക്കണം. ആ രൂപത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കാൻ കരുണ കാണിക്കണേ ഭഗവാനെ. ദേവന്മാരായ ഞങ്ങൾക്കും
ആദിയിൽ തന്നെ ഉള്ളവനായിരിക്കുന്നവനും നിർവികാരനും പരമപുരുഷനുമായിട്ടാണല്ലോ അവിടുന്ന് നിലകൊള്ളുന്നത്. ജനനരഹിതനായിരിക്കുന്ന നിന്തിരുവടി സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെയും ജന്മാദി കർമ്മങ്ങളുടെയും കാരണഭൂതയായിരിക്കുന്ന മായയിൽ വിജ്ഞാനരൂപമായ വീര്യത്തെ, അതായത് മഹത്തത്വത്തെ സൃഷ്ടിച്ചുവല്ലോ. ആത്മസ്വരൂപനായ ഭഗവാനെ, അതിനാൽ കാര്യസൃഷ്ടിയിൽ സ്ഥാനമുള്ളതായ മഹത്വത്വം മുതലായ ഞങ്ങൾ എന്ത് പ്രവൃത്തിക്ക് വേണ്ടി ജനിച്ചുവോ ആ കൃത്യം അവിടുത്തെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊള്ളാം. പ്രജാസൃഷ്ടിക്ക് വേണ്ട ജ്ഞാനം ക്രിയാശക്തിയോടുകൂടി ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചാലും എന്ന് ഇവിടെ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. വിരാട് പുരുഷൻ ഉത്പന്നമാകുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ 2-ാമത്തെ സ്കന്ധത്തിൽ കേട്ടതായിട്ടുള്ള കഥ തന്നെയാണ്. എന്നാൽ ഇവിടെ വിതുരമൈത്രായ സംവാദ രൂപത്തിൽ അത് ഇവിടെ ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, കൂടിച്ചേരാതെ നിലകൊള്ളുന്നവയും ലോകസൃഷ്ടിക്കുള്ളതായ കഴിവ് വികസിക്കാത്തവയുമായ മഹത്വത്വം മുതലായ സ്വന്തം ശക്തികളുടെ നില സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ കണ്ടു. ഉടനെ തന്നെ കാലശക്തി കൊണ്ട് വികാരം പ്രാപിക്കുന്ന പ്രകൃതിയെ ധരിച്ചുകൊണ്ട് 23 തത്വങ്ങളുടെ സമൂഹത്തെ ഒരേ സമയത്ത് ആവേശിച്ചു. മഹത്തത്വം, അഹങ്കാരതത്വം, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ, കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം ഈ കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയാണ് 23 തത്വങ്ങൾ. അതായത് മഹത്തത്വം പ്രകൃതിയിൽ നിന്ന് രൂപം കൊണ്ടതായിട്ടുള്ള ആ മായ എന്നതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. മായയിൽ നിന്ന് പ്രകൃതി അഥവാ മായയിൽ നിന്ന് മഹത്തത്വമുണ്ടായി, മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരമുണ്ടായി. ആ അഹങ്കാരം 3ആയി പിരിഞ്ഞ് നേരത്തെ നമ്മൾ കേട്ടതാണ്. അതിലാദ്യം പഞ്ചതന്മാത്രകളുണ്ടായി. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെ 5 തന്മാത്രകളുണ്ടായി. ആ തന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിങ്ങനെയുള്ളത് പഞ്ചഭൂതങ്ങൾ. അപ്പോൾ പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും കൂടി ചേർന്ന് 10. അതുപോലെ തന്നെ രജോ ഗുണാംശത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുണ്ടായി. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 10 10 20. പിന്നീട് മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം എന്ന രൂപത്തിൽ രൂപം കൊണ്ട് സത്വഗുണത്തിൽ നിന്ന്, അതുപോലെ തന്നെ മഹത്തത്വം, അഹങ്കാരതത്വം ഇവ കൂടി ചേർന്ന് 23 തത്വങ്ങളായി തീർന്നു. അന്തര്യാമി സ്വരൂപേണ ഓരോ തത്വത്തിലും പ്രവേശിച്ചതായ ഭഗവാൻ വേർപിരിഞ്ഞ് നിന്നിരുന്ന ആ തത്വങ്ങളെ സൃഷ്ടികർമ്മത്തിന് കഴിവുള്ളവയാക്കി തീർത്തു. ഇതിനെല്ലാറ്റിനും പ്രവർത്തിക്കാനുള്ളതായ ആ ഒരു സാമർഥ്യം അപ്പോൾ ഉണ്ടായി. എങ്ങനെയാണോ ഉറങ്ങിക്കിടന്ന ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ തനിക്ക് എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെയുള്ള ശക്തി സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നത് പോലെ ഈ തത്വങ്ങളിൽ ആ ഭഗവത് ചൈതന്യം പ്രവേശിച്ചതോടുകൂടി അവയ്ക്ക് പ്രവർത്തിക്കാനുള്ളതായ സാമർഥ്യം ലഭ്യമായി. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മത്തിന് കഴിവുള്ളവയാക്കി ഭഗവാൻ തീർത്തു. പ്രപഞ്ചത്തിന് കാരണമായ മഹത്വത്വം മുതലായ തത്വങ്ങൾ തങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നതായ ഈശ്വരൻ്റെ ശക്തി മൂലം തമ്മിൽ കൂടിച്ചേർന്ന് വികാരത്തോടു കൂടിയവയായി തീർന്നു. ബ്രഹ്മാണ്ഡാകാരമായി തീർന്ന ആ തത്വങ്ങളിൽ നിന്ന് സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവയുമായ ജീവജാലങ്ങളൊക്കെ ഉണ്ടായി. ബ്രഹ്മാണ്ഡത്തിൽ പ്രവേശിച്ച തേജോമയനായ പുരുഷൻ സകല ജീവജാലങ്ങളെയും സൂക്ഷ്മസ്വരൂപത്തിൽ തന്നിൽ ഒതുക്കിക്കൊണ്ട് 1000 സംവത്സരക്കാലം പ്രളയജലത്തിൽ ശയിച്ചു. പ്രപഞ്ചകാരണമായ തത്വങ്ങളുടെ കാര്യമായ വിരാട് സ്വരൂപം ദേവശക്തി, ക്രിയാശക്തി, ആത്മശക്തി ഇവയോട് കൂടിച്ചേർന്ന് തൻ്റെ സ്വരൂപത്തെ തന്നെ 1ആയും 10ആയും 3ആയും വിഭജിച്ചു. ഈ വിരാട് പുരുഷൻ എല്ലാ വ്യഷ്ടിശരീരങ്ങളുടെയും സമഷ്ടി സ്വരൂപമാണ്. പരമാത്മാവിൻ്റെ അംശവും ആദ്യമുണ്ടായ അവതാരവുമാണ് ഇത്. ഈ കാണപ്പെടുന്നതായ ചരാചര സമൂഹം വിരാട് പുരുഷനിലാണ് പ്രതിഭാസിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിരാട് പുരുഷൻ്റെ കഥ പറഞ്ഞിട്ടുള്ളതാണ്. വിരാട് സ്വരൂപം അധ്യാത്മത്തോടും അതിഭൂതത്തോടും അധിദൈവത്തോടും കൂടി 3 വിധത്തിലായി തീർന്നു. പ്രാണങ്ങളായി 10 വിധത്തിലും,
ഹൃദയം കൊണ്ട് ഒന്നായും തീരുകയുണ്ടായി. ഒരു വിധത്തിലായി തീർന്നു എന്ന് പറഞ്ഞത് ഹൃദയത്തിലെ ജ്ഞാനശക്തിയാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, നാഗൻ, കൃകലൻ, കൂർമൻ, ധനഞ്ജയൻ, ദേവദത്തൻ എന്നീ 10 പ്രാണങ്ങളായി പ്രകടമായി തീർന്നതിനെയാണ് 10 വിധത്തിലായി തീർന്നു എന്ന് പറയുന്നത്. പഞ്ചപ്രാണങ്ങളും 5 ഉപപ്രാണങ്ങളും കൂടി ചേർന്ന്, അതാണ് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നിങ്ങനെ 5 പ്രാണങ്ങൾ. നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ ഈ 5 ഉപപ്രാണങ്ങൾ. ഇങ്ങനെ 10 വിധത്തിലായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ 10 പ്രാണങ്ങളായി തീർന്നു എന്നർത്ഥം. 3 വിധത്തിലായി തീർന്നു എന്ന് പറഞ്ഞത് അധ്യാത്മം, അധിഭൂതം, അധിദൈവം എന്നിങ്ങനെ. ഇന്ദ്രിയങ്ങൾ അധ്യാത്മമാണ്, പഞ്ചഭൂതങ്ങൾ അധിഭൂതമാണ്, ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ അധിദൈവവുമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരു വിധത്തിലും അറിയാൻ കഴിയാത്തവനാണ് സർവേശ്വരൻ. ആ ഭഗവാൻ പ്രപഞ്ചകാരണങ്ങളായ മഹത്തത്വം മുതലായവയുടെ അപേക്ഷയെ സ്വീകരിച്ച് ഈ തത്വങ്ങൾക്ക് പ്രവർത്തന ശക്തി ഉണ്ടാകാൻ വേണ്ടി വിരാട് പുരുഷനെ തൻ്റെ ഇച്ഛാശക്തിയാൽ ആവേശിച്ച് പ്രപഞ്ച ആകാരമായി തീരണം എന്ന് സങ്കല്പിച്ചു. ഈശ്വര സങ്കല്പത്തിന് പാത്രീഭൂതനായ വിരാട് പുരുഷന് ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളുടെ സ്ഥാനങ്ങളായ ഇന്ദ്രിയങ്ങൾ ഉണ്ടായ വിധത്തെക്കുറിച്ച് പറയാം. ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ആ വിരാട് പുരുഷന് ആദ്യം, അതായത് സമഷ്ടി സ്വരൂപനായിരിക്കുന്ന പ്രപഞ്ച ആകാരനായിരിക്കുന്നതായ വിരാട് പുരുഷന് ഇന്ദ്രിയങ്ങൾ ഉണ്ടായതായിട്ടുള്ള കഥയാണ് പറയുന്നത്. വിരാട് പുരുഷന് ആദ്യം വായയാണ് ഉണ്ടായത്. ലോകപാലനാകുന്ന അഗ്നി വാക്കാകുന്ന ഇന്ദ്രിയത്തോടുകൂടി വായിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് ജീവൻ ശബ്ദത്തെ ഉച്ചരിക്കുന്നത്. ആദ്യം വായുണ്ടായി, വായിൽ അഗ്നി, ആ അഗ്നി വാക്കാകുന്ന ഇന്ദ്രിയത്തോടു കൂടിയിട്ട് വായിൽ പ്രവേശിച്ചു. അങ്ങനെ ശബ്ദം ഉണ്ടായി, ശബ്ദത്തെ ഉച്ചരിച്ചു. പിന്നീട് വിരാട് പുരുഷന് അണ്ണാക്ക് എന്ന് പറയുന്നതായ ആ ഭാഗം ഉണ്ടായി. താലു എന്ന് പറയും. നിർഭിന്നം താലു വരുണോ ലോകപാലോ വിഷധരേ ജിഹ്വയാംശേന ചരസം യയാസോ പ്രതിപദ്യത്തെ. ഈ താലു എന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കുള്ളിൽ മുകൾ ഭാഗത്ത് നമ്മുടെ അന്നനാളം ആരംഭിക്കുന്ന ആ ഭാഗത്തിന് മുന്നോടിയായിട്ട് വരുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് അതിനെ സാധാരണ അണ്ണാക്ക് എന്നൊക്കെ പറയാറുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കാം, എങ്കിലും താലു എന്ന് പറയാറുണ്ട്. ആ ഭാഗം രൂപം കൊണ്ടു. വരുണൻ ജിഹ്വയാകുന്ന ഇന്ദ്രിയത്തോടുകൂടി അതിൽ പ്രവേശിച്ചു. വായ്ക്കുള്ളിൽ നാവ് കൊണ്ടാണല്ലോ നമ്മൾ രസത്തെ അറിയുന്നത്. അപ്പം അവിടെ വരുണനാണ് അതിൻ്റെ അധിദേവത. അത് ആ വായിൽ പ്രവേശിച്ചു. ജിഹ്വയാകുന്ന ഇന്ദ്രിയത്തോടുകൂടി നാവ്, ജിഹ്വ എന്ന് പറയുന്ന നാവ്, ആ നാവാകുന്ന ഇന്ദ്രിയത്തോടുകൂടി അതിൽ പ്രവേശിച്ചു. അങ്ങനെ ജീവൻ ഈ രസനേന്ദ്രിയദ്വാര അല്ലെങ്കിൽ നാവ് വഴിയായി രസത്തെ അറിയുന്നു. പിന്നീട് വിരാട് പുരുഷന് 2 നാസികാദ്വാരങ്ങളുണ്ടായി. ഈ നാസികാദ്വാരങ്ങളുടെ അധിദേവതകളായി അശ്വിനി ദേവന്മാർ ഘ്രാണേന്ദ്രിയത്തോടെ ആ മൂക്കിൽ പ്രവേശിച്ചു. ഈ മൂക്കിൽ ഉള്ളതാണ് ഘ്രാണേന്ദ്രിയം. മൂക്ക് എന്ന് പറയുന്നത് ഇന്ദ്രിയ ഗോളമാണ്. അതിലുള്ളതായ ഘ്രാണിക്കാനുള്ള ശക്തിവിശേഷത്തെയാണ് ഘ്രാണേന്ദ്രിയം എന്ന് പറയുന്നത്. ഇന്ദ്രിയ ഗോളങ്ങൾ, ഇന്ദ്രിയം, ഇന്ദ്രിയ വിഷയം ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മൂക്ക് എന്ന് പറയുന്നത്, നാസികാദ്വാരം എന്ന് പറയുന്നത് ഗോളകങ്ങളാണ്. അതിൽ ഘ്രാണേന്ദ്രിയം എന്നുള്ളതായ ശക്തിയോടുകൂടി അതിൻ്റെ അധിഷ്ഠാന ദേവതകളായ അശ്വിനി ദേവന്മാർ മൂക്കിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് ജീവൻ ഗന്ധത്തെ അറിയുന്നത്. വിരാട് പുരുഷന് 2 കണ്ണുകളുണ്ടായി. ആ കണ്ണുകളുടെ അധിദേവതയായിരിക്കുന്ന സൂര്യൻ ചക്ഷുരിന്ദ്രിയത്തോടെ അതിൽ പ്രവേശിച്ചു. അപ്പോൾ ഈ കണ്ണുകളെന്ന് പറയുന്നത് അതതിൻ്റെ ഗോളങ്ങളാണ്. അതിൽ കാണാൻ സഹായിക്കുന്നതായിട്ടുള്ള ശക്തിവിശേഷമാണ് ചക്ഷുരിന്ദ്രിയം എന്ന് പറയുന്നത്. ആ ചക്ഷുരിന്ദ്രിയം അതിൽ പ്രവേശിച്ചു. ഇപ്പം നമ്മുടെ ഒരു ഓഫീസ് എന്നൊക്കെ പറയുന്നത് പോലെ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസ് എന്ന് പറയുന്നത് ഒരു കേവലം കെട്ടിടം മാത്രമായതുകൊണ്ട് കാര്യമില്ല.
മുഖ്യമന്ത്രി ഉണ്ടായതുകൊണ്ടും കാര്യമില്ല. ഈ മുഖ്യമന്ത്രി ആ ഓഫീസിലിരുന്ന് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളുണ്ട്. പുറത്ത് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പ്രവൃത്തികൾ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഏതൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ആ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾക്ക് സാധുതയുള്ളൂ. ഇതുപോലെയാണ് ഇവിടെ ഇന്ദ്രിയം എന്നുള്ളതും ഇന്ദ്രിയത്തിൻ്റെ ഗോളകത്തിലിരുന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ സാമർഥ്യം പറയുന്നത്. ഈ കണ്ണെന്നുള്ളത് ആ കേവലം അതിൻ്റെ ഒരു ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലിരുന്ന് വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് ഈ ചക്ഷുരിന്ദ്രിയമാണ്. ചക്ഷുരിന്ദ്രിയം ഇരിക്കുന്ന സ്ഥാനമാണ് ആ കണ്ണ് അല്ലെങ്കിൽ നേത്രം എന്ന് പറയുന്നത്. അതിൽ സൂര്യനാകുന്ന അധിദേവതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നു. സൂര്യനായിട്ടുള്ള അധിദേവതയോടുകൂടി ചക്ഷുരിന്ദ്രിയം അതിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ജീവൻ രൂപങ്ങളെ അറിയാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ ചക്ഷുരിന്ദ്രിയം വഴിയായിട്ട് രൂപങ്ങളെ അറിയുന്നു. പിന്നീട് വിരാട്ടിന് തൊലിയുണ്ടായി. വായു, ത്വക്കിൻ്റെ അധിദേവത വായുവാണ്. ആ വായു ത്വകേന്ദ്രിയത്തോടുകൂടി അതിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ജീവൻ സ്പർശങ്ങളെ അറിയാൻ തുടങ്ങി. വിരാട് പുരുഷന് 2 കാതുകളുണ്ടായി, ചെവി. ദിഗ്ദേവതകളാണ് അതിൻ്റെ അധിദേവത. അവ ശ്രോത്രേന്ദ്രിയത്തോടുകൂടി ആ കാതുകളിൽ പ്രവേശിച്ചു. അതിനാലാണ് ജീവന് ശബ്ദം കേൾക്കാൻ കഴിയുന്നത്. വിരാട് പുരുഷന് വെളിപ്പെട്ടുണ്ടായതായ ത്വക്കിനെ സ്ഥാനമാക്കിക്കൊണ്ട് വനസ്പതികൾ രോമങ്ങളാകുന്ന ശക്തിയോടെ പ്രവേശിച്ചു. ഈ ത്വക്കിൽ, ശരീരത്തിലാണല്ലോ രോമങ്ങൾ ഉണ്ടാകുന്നത്. ത്വക്കിനെയാണ് അത് ആസ്ഥാനമാക്കിയിരിക്കുന്നത്. ശരീരത്തിൽ തൊലിയിലാണ് രോമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിവിടെ വിരാട് പുരുഷനെ സംബന്ധിച്ച് വനസ്പതികളാണ്, സസ്യങ്ങളാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ജീവൻ ഈ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നു. വിരാട് പുരുഷന് ശിഷ്ണമുണ്ടായി, അതായത് ജനനേന്ദ്രിയം. അതിൽ പ്രജാപതി രേതസോടു കൂടിയിട്ട് പ്രവേശിച്ചു. പ്രജാപതിയാണ് ജനനേന്ദ്രിയത്തിൻ്റെ ദേവത. രേതസോടു കൂടിയിട്ട് അതിൽ പ്രവേശിച്ചു. അതുവഴിയാണ് ജീവൻ രതിസുഖം അനുഭവിക്കുന്നത്. വിരാട്ടിന് ഗുദേന്ദ്രിയുണ്ടായി, മലദ്വാരം. അതിൽ മിത്രൻ പായു എന്ന ഇന്ദ്രിയത്തോടുകൂടി പ്രവേശിച്ചു. അതുകൊണ്ടാണ് ജീവൻ വിസർജന കർമ്മം ചെയ്യുന്നത്. വിരാട് പുരുഷനായ ഭഗവാന് കൈകളുണ്ടായി. അതിൽ എടുക്കലാകുന്ന ശക്തിയോടുകൂടി ഇന്ദ്രൻ പ്രവേശിച്ചു. കൈകളുടെ ദേവത ഇന്ദ്രനാണ്. എടുക്കുക, കൊടുക്കുക എന്നുള്ളതായിട്ടുള്ള പ്രവൃത്തികളാണുള്ളത്. കൊടുക്കൽ കുറവാണെങ്കിൽ എടുക്കൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് എടുക്കൽ എന്നുള്ളതായിട്ടുള്ള പ്രവൃത്തി കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജീവൻ കർമ്മം ചെയ്ത് ഉപജീവനം നേടാൻ തുടങ്ങി. വിരാട്ടിന് കാലുകളുണ്ടായി. ആ കാലുകളിൽ ഗമനമാകുന്ന അംശത്തോടുകൂടി, നടക്കുക എന്നുള്ള അംശത്തോടുകൂടി വിഷ്ണു പ്രവേശിച്ചു. കാലുകളുടെ ദേവത ഉപേന്ദ്രൻ അല്ലെങ്കിൽ വിഷ്ണുവാണ്. ആ വിഷ്ണു പ്രവേശിച്ചു. അതുകൊണ്ട് ജീവന് നടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്നു. വിരാട് പുരുഷന് ബുദ്ധിയുണ്ടായി. അതിൽ ബോധമാകുന്ന ശക്തിയോടുകൂടി ബ്രഹ്മദേവൻ പ്രവേശിച്ചു. ബുദ്ധിയുടെ ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ടാണ് ജീവൻ പലതിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനന്തരം വിരാട് പുരുഷന് ഹൃദയമുണ്ടായി. ഹൃദയത്തിൽ മനസ്സോടുകൂടി ചന്ദ്രൻ പ്രവേശിച്ചു. മനസ്സിൻ്റെ ദേവത ചന്ദ്രനാണ്. അതുകൊണ്ടാണ് ജീവന് സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സുകൊണ്ടാണല്ലോ സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. വിരാട് പുരുഷന് അഹങ്കാരമുണ്ടായി. അതിൽ രുദ്രൻ അഭിമാനത്തോടുകൂടി പ്രവേശിച്ചു. അഹങ്കാരത്തിൻ്റെ ദേവത രുദ്രനാണ്. അതിനാലാണ് ജീവൻ കർത്തവ്യങ്ങളെ അറിയുന്നത്. തനിക്കത് ചെയ്യണം, തനിക്കിത് ചെയ്യണം എന്നൊക്കെയുള്ള തോന്നലുണ്ടാകുന്ന ഈ അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം കൊണ്ടാണല്ലോ താൻ അത് ചെയ്തില്ലെങ്കിൽ ആ കാര്യം നിറവേറില്ല, ഇന്ന സമയത്ത് താൻ അവിടെ എത്തണം. ഇതൊക്കെ നമുക്ക് അഹങ്കാരവും അനിവാര്യമായിട്ടുള്ളതാണ്. രുദ്രനാണ് അതിൻ്റെ അധിദേവത. അങ്ങനെ പ്രവേശിച്ചതോടുകൂടി തൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് അറിയുന്നു. വിരാട് പുരുഷന് ചിത്തമുണ്ടായി. അതിൽ ക്ഷേത്രജ്ഞൻ ചേതനയോടുകൂടി പ്രവേശിച്ചു. അതുകൊണ്ടാണ് ജീവൻ വിജ്ഞാനത്തെ അറിയുന്നത്. വിരാട് പുരുഷൻ്റെ ശിരസിൽ നിന്ന് സ്വർഗലോകവും കാലടികളിൽ നിന്ന് ഭൂലോകവും നാഭിയിൽ നിന്ന് അന്തരീക്ഷ ലോകവും ഉണ്ടായി. ഈ 3 ലോകങ്ങളിൽ സത്വാദി ഗുണങ്ങളുടെ പരിണാമങ്ങളായ ദേവന്മാർ, മനുഷ്യർ മുതലായ ജീവജാലങ്ങൾ താമസിച്ചു വരുന്നു.
അധികരിച്ചതായ സത്വഗുണം കൊണ്ട് ദേവന്മാർ സ്വർഗത്തെ പ്രാപിച്ചു. രജോ ഗുണപ്രധാനികളായ മനുഷ്യർ ഭൂലോകത്തെ പ്രാപിച്ചു. തമോ ഗുണാധിക്യം കൊണ്ട് രുദ്രപാർഷദന്മാരായിട്ടുള്ള ഭൂതപ്രേത പിശാചുക്കളൊക്കെ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള അന്തരീക്ഷ ലോകത്തെ പ്രാപിച്ചു. വിരാട് പുരുഷന്റെ മുഖത്തു നിന്നും വേദമുണ്ടായി. വേദം പഠിക്കുക, പഠിപ്പിക്കുക എന്നീ വൃത്തികളോടെ ജീവിക്കുന്ന ബ്രാഹ്മണരും വിരാട് പുരുഷന്റെ മുഖത്തു നിന്ന് ഉണ്ടായവരായതുകൊണ്ട് ശ്രേഷ്ഠരായി തീർന്നു. വിരാട് പുരുഷന്റെ കൈകളിൽ നിന്ന് പരിപാലനമാകുന്ന ധർമ്മമുണ്ടായി. കൈകളെ കൊണ്ടാണല്ലോ പരിപാലിക്കുന്നത്. ആ ധർമ്മത്തെ ആചരിക്കുന്ന ക്ഷത്രിയനും ഉണ്ടായി. പ്രജകളെ അക്രമികളുടെ ഉപദ്രവത്തിൽ നിന്ന് ക്ഷത്രിയൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ രക്ഷിക്കണം എന്നാണ് പറയുന്നത്. മറ്റു 3 വർണ്ണങ്ങളിലും 4 ആശ്രമങ്ങളിലും പെട്ടവരെ ധർമാചരണത്തിനുള്ള തടസ്സം തീർത്ത് രക്ഷിക്കേണ്ടതും ക്ഷത്രിയന്റെ ചുമതലയാണ്. വിരാട് പുരുഷന്റെ തുടകളിൽ നിന്ന് ജനങ്ങളുടെ ഉപജീവനത്തിന് പ്രയോജനകരമായി തീരുന്നതായ കൃഷി, വ്യവസായം ഇവയുണ്ടായി. തുടകളിൽ നിന്നുണ്ടായതായ വൈശ്യൻ കൃഷി, വ്യവസായം എന്നിവയിലൂടെ ജനങ്ങൾക്ക് ആഹാരപദാർത്ഥങ്ങളെ നേടിക്കൊടുത്തു. വിരാട് പുരുഷന്റെ കാലടികളിൽ നിന്ന് ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യാൻ പ്രയോജനപ്പെടുന്നതായ സേവന വൃത്തിയുണ്ടായി. സേവനത്തിനായി ശൂദ്രനും ഉണ്ടായി. ശൂദ്രന്റെ സേവനമാകുന്ന കർമ്മം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങളിലും ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നീ 4 ആശ്രമങ്ങളിലും പെട്ടവര് അവരവരുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളെ കൊണ്ട് സർവേശ്വരനായ ഭഗവാനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ആരാധിക്കേണ്ടതാണ്. അവരവരുടേതായിട്ടുള്ള പ്രവൃത്തികളെ കൊണ്ട് ഈശ്വരനെ ആരാധിക്കേണ്ടതാണ്. 34-ാം ശ്ലോകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നു. ഏതേ വർണ്ണ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരിം ശ്രദ്ധയാത്മവിശുദ്ധ്യർത്ഥം യജ്ജാതാ സഹവൃത്തിഭി. എല്ലാവരും അവരവരുടെ പ്രവൃത്തികളെ കൊണ്ട്, വർണ്ണങ്ങളെ കൊണ്ടും ഈ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും ഉള്ളവരായിട്ടുള്ള ആളുകൾ അവരവരുടെ പ്രവൃത്തികളെ കൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ ആരാധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താലോ അവർക്ക് മനഃശുദ്ധി ഉണ്ടാവും. ഇങ്ങനെ കാലം, കർമ്മം, സ്വഭാവം എന്നീ ശക്തികളോടുകൂടിയതായ ഈശ്വരന്റെ യോഗമായാ വൈഭവം കൊണ്ട് വികസിച്ചതായ ഈ വിരാട് സ്വരൂപത്തെ പൂർണ്ണമായും വർണ്ണിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് വിതുരനോട് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും എൻ്റെ ഗുരുവിൽ നിന്ന് എനിക്ക് കേട്ട് ധരിക്കാൻ കഴിഞ്ഞ വിധത്തിലും എൻ്റെ ബുദ്ധിശക്തിക്കനുസരിച്ചും ഭഗവാന്റെ കീർത്തിയെ ഞാൻ വർണ്ണിച്ചു തരാം. മറ്റു പലതും പറഞ്ഞ് അശുദ്ധമായ വാക്കിനെ ശുദ്ധീകരിക്കാൻ ഈ ഒരു അനുഷ്ഠാനം മാത്രമേ ഉള്ളൂ. അതാണ് ഈശ്വരനാമത്തിൻ്റെ മഹിമ. അതുകൊണ്ടാണല്ലോ പറയുന്നത്, പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ. നമുക്ക് പലതും വ്യവഹാരത്തിൽ പറയാതിരിക്കാൻ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ പലതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. എങ്കിലും അതിനെയൊക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിനെ പവിത്രമാക്കുന്നതിന് വേണ്ടിയാണ് ദിവസത്തിൽ കുറച്ചു സമയമെങ്കിലും ഈശ്വരനാമം ജപിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. കാരണം മറ്റു വ്യവഹാരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതായ വഴി എന്ന് പറയുന്നത് ഈ ഈശ്വരനാമ കീർത്തനങ്ങളല്ലാതെ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് അത് ഞാൻ കീർത്തിക്കാം എന്ന് പറയണം. മനുഷ്യർക്ക് സംസാരിക്കാനുള്ള കഴിവ് ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. കാതുകളാകട്ടെ ഭഗവാന്റെ അമൃതതുല്യങ്ങളായ കഥകളെ കേൾക്കാൻ വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്? എന്നാൽ മാത്രമേ വാക്കിനെയും കാതിനെയും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു എന്നതായ കൃതാർത്ഥത അനുഭവപ്പെടൂ. ഹേ വത്സ, വിതുര, പരമാത്മാവായ ഭഗവാൻ ശ്രീഹരിയുടെ മഹിമ 1000 സംവത്സരം തപസ് ചെയ്തതായ ബ്രഹ്മാവിനു പോലും മനസ്സുകൊണ്ടുപോലും വേണ്ട പ്രകാരം അറിയാൻ സാധിച്ചിട്ടില്ല. മായാവൈഭവത്തോടുകൂടിയ ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാരെ പോലും മയക്കുന്നതാണ് ഭഗവാന്റെ യോഗമായ. പരമാത്മാവായ ഭഗവാൻ പോലും തൻ്റെ മായയുടെ ഗതിയെ പൂർണ്ണമായി അറിയുന്നില്ല എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കഥ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? മനസ്സും വാക്കും അഹങ്കാരവും ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളും യാതൊന്നിനെ പ്രാപിക്കാൻ കഴിയാതെ പിന്തിരിയുന്നുവോ ആ സർവേശ്വരന് നമസ്കാരം. യഥോപ്രാപ്യ നിവർത്തന്തേ വാചശ്ച മനസാ സഖ അഹം ചാന്യ ഇമേ ദേവാ തസ്മൈ ഭഗവതേ നമഃ. 40-ാം ശ്ലോകത്തിൽ പറയുന്നു,
ഉപനിഷത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. യാതൊന്നിനെ പ്രാപിക്കാൻ കഴിയാതെയാണോ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പിന്മടങ്ങുന്നത്, ആ പരമാത്മാവ് സർവേശ്വരൻ, അദ്ദേഹത്തെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അധ്യായം 6-ാം അധ്യായം ഉപസംഹരിക്കുന്നു. കേട്ട് കഴിയുമ്പോൾ വീണ്ടും വിതുരന് സംശയങ്ങൾ കൂടുന്നുണ്ട്. എന്തെല്ലാമാണ് വിതുരൻ വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരിയും.